ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ്. നല്ല രീതിയിൽ മുടി കറുപ്പോടെ ഉള്ളോടെ വളരാനും പ്രീമച്വർ ഗ്രെയിൻ അഥവാ അകാലനര കംപ്ലീറ്റ് ആയിട്ട് മാറി മുടിക്ക് നല്ലൊരു ഉള്ളു കൂട്ടാനുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനി നമ്മൾ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അപ്പം നെല്ലിക്കയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ, ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക. വൈറ്റമിൻ സി, അയൺ, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കയിൽ. ഒരു നെല്ലിക്കയിൽ ഏകദേശം 81.2% ഈർപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശിരോചർമ്മത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുവാൻ സഹായിക്കുകയും നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി കൊളാജിൻ ഉണ്ടാക്കാൻ സഹായിക്കുകയും അതുവഴി മുടി നന്നായിട്ട് വളരാനും നന്നായിട്ട് കറുപ്പാവാനും താരം പോവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് എങ്ങനെ ട്രൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം, വെള്ളം ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളവും പിന്നെ അതുപോലെ കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് മുടി ഗ്രോത്ത് ആവാനും അതുപോലെ നന്നായിട്ട് കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നമുക്ക് മുടിക്ക് നല്ലൊരു ഷെയ്ഡ് ഇത് കിട്ടും, നന്നായിട്ട് ഹെയർ ഗ്രോത്തും വരും. അപ്പോൾ ബീറ്റ്റൂട്ട് എപ്പോഴും നമ്മുടെ ഹെയർ പാക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എപ്പോഴും നമ്മൾ എണ്ണ ചെയ്യുമ്പോഴാണെങ്കിലും ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തലയിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല കടുപ്പത്തിലുള്ള തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബീറ്റ്റൂട്ട് ജ്യൂസിലേക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് 1.5 ഗ്ലാസ് എന്നുള്ളത് 3/4 ഗ്ലാസ് വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് വെള്ളം അത്യാവശ്യമാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് വയനയില എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇലയാണ്. നമ്മൾ ഇടനില വയനയില അപ്പമൊക്കെ ഉണ്ടാക്കത്തില്ല, ആ ഒരു ഇലയാണ് കേട്ടോ. ഈ ഒരു ഇല മുടി നന്നായിട്ട് ഹെയർ ഗ്രോത്തും അതുപോലെ താരന് പിന്നെ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വയനയില. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉണങ്ങിയ 2-3 ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് നല്ല രീതിയിൽ ഒന്ന് വറ്റി വരുന്നവരെ നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സ് മാത്രം നമുക്കൊരു ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. ടോണറായിട്ട് നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഹെയർ ഗ്രോത്തും തലയിലുണ്ടാകുന്ന താരനും പേനിശല്യം ഒക്കെ മാറാനായിട്ട് ഈ ഒരു വെള്ളം നല്ലതാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള നമ്മൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ 2-3 നെല്ലിക്ക എടുക്കുന്നുള്ളൂ. കാരണം കുറച്ച് നരയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് നരയുള്ളവർക്ക് ഏകദേശം 2-3 നെല്ലിക്കയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് നമ്മൾ എടുക്കേണ്ടത്. നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ വഴി നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഡാമേജസും അതുപോലെ നമ്മൾ പല രീതിയിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് ഹെയറിൽ ചെയ്യുന്നവരുണ്ടല്ലോ അല്ലേ. അപ്പോൾ മുടി സ്ട്രെയിറ്റിങ് ചെയ്യുക, അതുപോലെ കെരാറ്റിൻ ചെയ്യുക, ഹെയർ കളറിങ് ഒക്കെ ചെയ്തിട്ട് മുടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഡ്രൈ ആയി നല്ല രീതിയിൽ ഡാമേജസ് ഒക്കെ ആയിട്ടുള്ള ഹെയർ നമുക്ക് ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മുടി ഡാമേജസ് ഒക്കെ മാറ്റാനും നമ്മുടെ ഈ നെല്ലിക്ക ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ അകാലനര വെയിലിൽ നിന്ന് മാറ്റാനും അകാലനര വരാതിരിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഈ നെല്ലിക്ക. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം 3-4 നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് നരയുള്ളൂവെങ്കിൽ നമുക്ക് ഒരു 2-3 നെല്ലിക്കയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരുന്ന ജ്യൂസ് വെച്ചിട്ടാണ് നമ്മളിത് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത്. വെള്ളമില്ലാതെ അരച്ചെടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസായിട്ട് ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എത്ര നരയുള്ളവരായിക്കോട്ടെ, നര സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആയിക്കോട്ടെ, ഇതുപോലെ നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ഗുണമാണ് നെല്ലിക്ക. അതുപോലെ ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ഉള്ളിലോട്ട് കഴിക്കാനും നല്ലതാണ്. അതുപോലെ ഹെയർ ഓയിലൊക്കെ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇതുപോലെ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് നേരം എടുത്ത് വെക്കുക, അരച്ചിട്ട് ഒഴിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് 1-2 പൊടി ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഭൃംഗരാജിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഭൃംഗരാജിൻ്റെ പൊടി എന്ന് പറയുന്നത് മുടി ഹെയർ ഗ്രോത്ത് വരാനും നന്നായിട്ട് കറുപ്പ് വരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമത് 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തിയുടെ പൊടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇലകളാണെങ്കിൽ അതിന് ജ്യൂസ് കൊടുത്താൽ മതി. കയ്യൊന്നിയുടെ ഇലയുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ്
ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിതിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 2-3 കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യൊന്നിയുടെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെമ്പരത്തിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്കയിലേക്ക് ഇത് 3 കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ല രീതിയിലുള്ള ഒരു ഹെയർ പാക്കാണ്. അതുപോലെ നമുക്കിതിനകത്ത് ഒരു കെമിക്കൽസും ചേർത്തിട്ടില്ല. ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ പൊടിക്ക് പകരം ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കണത് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു മിക്സ് വെള്ളം ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ഫുള്ള് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യാനുസരണം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ഇതൊന്ന് കട്ടകളെല്ലാം മാറ്റി ഇതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടം 3 വട്ടമൊക്കെ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്ക്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെയർ ഫോളിംഗ് ഉള്ളവർക്ക് മാറാനും അതുപോലെ നര മാറാനും താരം മാറാനൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്ഫുള്ളാണ്. അത്രയ്ക്ക് നെല്ലിക്കയ്ക്ക് അത്രയ്ക്ക് ഗുണങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചെറു തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടിയായി പോകരുത്. അത്യാവശ്യം നന്നായിട്ട് നെല്ലിക്കയുടെ ആ ഒരു ഗുണം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങണം. ഒരു കറയുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഇറങ്ങണം. എന്നാലാണ് നമ്മുടെ മുടിയുടെ വേരിലോട്ട് കയറി പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള മുടിക്ക് നന്നായിട്ട് കറുപ്പ് വരാനും പിന്നെ ഈ നര സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ നര നിൽക്കാനൊക്കെ പുതിയ കറുത്ത മുടികളൊക്കെ വരാനായിട്ട് നെല്ലിക്ക ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ഹെയറൊക്കെ നന്നായിട്ട് വരാനും നമ്മുടെ ഈ ഒരു പാക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകം മതി. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ പാക്കിൻ്റെ കളറ് നന്നായിട്ട് മാറി വരും. ഇപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ്സിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലൂസാക്കണമെന്നെങ്കിൽ നമ്മുടെ ആ മിക്സിൻ്റെ ബാക്കിയുള്ളത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഇത് മതി കേട്ടോ. ഇത് നമ്മൾ ഓഫ് ചെയ്യാം. എന്നിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മളിത് തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ എണ്ണമയം ഒന്നും പാടില്ല കേട്ടോ. തലേ ദിവസം എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി ഡ്രൈ ആയിട്ടുമുള്ള മുടിയിൽ മാത്രമാണ് നമ്മൾ തേക്കേണ്ടത്. ഇത് ഞാനൊരു 2-3 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ഈ പാക്ക് തുറന്നത് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവം കണ്ടോ, ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. ഭയങ്കര ബ്ലാക്കല്ല, അത്യാവശ്യം കുറച്ച് ബ്ലാക്കിൽ. പക്ഷെ ഒരിക്കലും നമ്മുടെ മുടി ബ്രൗൺ കളറൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് നരയുണ്ട്, ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ടോ തേക്കുക. കാരണം നെല്ലിക്കയ്ക്ക് കറയുള്ളതുകൊണ്ട് നമ്മുടെ കൈയെല്ലാം നല്ല കറയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എന്തെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് നരയുള്ള ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒരു മണിക്കൂറൊക്കെ തലയിൽ വെച്ചാൽ മതി. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള നരകളും കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ 2-3 വട്ടം തേക്കുക. പിന്നെ ഡാമേജ് ആയിട്ടുള്ള ഹെയറിലും ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നരയില്ലാത്തവരും ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. താരൻ്റെ ശല്യമുള്ളവർക്കും ഈ ഒരു പാക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ മുടി വളർച്ച നന്നായിട്ട് വരാനും ഈ ഒരു പാക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഹെയർ പാക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ച് പറ്റുന്നത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും നെല്ലിക്ക നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.